ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീം എങ്ങനെയായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികൾ. ജൂണിൽ അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടക്കാനിരിക്കുന്ന T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ തെരഞ്ഞെടുക്കാൻ ICC ടീമുകൾക്ക് നൽകിയിരിക്കുന്ന അവസാന തീയതി മെയ് 1. അതിനാൽ ഇന്നോ നാളെയോ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപനം നടക്കുമെന്നാണ് സൂചന. 2024 സീസൺ IPL-ലെ പ്രകടനങ്ങൾ ലോകകപ്പ് സ്ക്വാഡ് സെലക്ഷനിൽ നിർണായകമാകുമെന്നായിരുന്നു നേരത്തെ മുതൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ മിന്നും ഫോമിൽ കളിക്കുന്ന രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസൺ ഈ ടീമിൽ ഇടം ലഭിക്കുന്ന കാര്യം ഉറപ്പില്ലെന്നും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ ലോകകപ്പ് ടീം പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നിർണായക അപ്ഡേറ്റുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ESPN ക്രിക്കിൻഫോ. IPL പ്രകടനങ്ങൾക്ക് ലോകകപ്പ് ടീം സെലക്ഷനിൽ അമിത റോൾ ഉണ്ടാവില്ലെന്നാണ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. വിക്കറ്റ് കീപ്പറുടെ കാര്യത്തിൽ സഞ്ജുവിനാണ് മുൻതൂക്കമെന്നും ഈ റിപ്പോർട്ടിലുണ്ട്. ലോകകപ്പ് സ്ക്വാഡ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇങ്ങനെയാണ്. ഇത്തവണത്തെ IPL-ൽ കളിച്ചുകൊണ്ട് ക്രിക്കറ്റ് കളത്തിലേക്ക് തിരിച്ചുവരവ് നടത്തിയ ഡൽഹി ക്യാപ്റ്റൻസ് നായകൻ ഋഷഭ് പന്ത് നിലവിൽ മികച്ച ഫോമിലാണ്. ഇതോടെ പന്ത് തന്നെയാകും ലോകകപ്പ് ടീമിൽ ഇന്ത്യയുടെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പറാവുക എന്ന തരത്തിലാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മുൻ താരങ്ങളടക്കമുള്ളവർ തെരഞ്ഞെടുക്കുന്ന ലോകകപ്പ് സാധ്യതാ ടീമുകളിലും പ്രധാന കീപ്പർ പന്താണ്. എന്നാൽ സഞ്ജു സാംസൺ ലോകകപ്പ് ടീമിന്റെ പ്രധാന വിക്കറ്റ് കീപ്പറാകുമെന്നാണ് ESPN ക്രിക്കിൻഫോയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഗനേരിയിൽ സ്പിന്നറിനെ മികച്ച രീതിയിൽ നേരിടുന്ന ഒരു ഹിറ്ററെ ഇന്ത്യക്ക് ആവശ്യമുണ്ടെന്നും അതിനാലാണ് സഞ്ജു ലോകകപ്പ് ടീമിന്റെ പ്രധാന വിക്കറ്റ് കീപ്പറാവുകയെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ജിതേഷ് ശർമ്മ മോശം ഫോമിലായതും KL രാഹുൽ ടോപ്പ് ഓർഡർ ബാറ്ററാണെന്നതും വിക്കറ്റ് കീപ്പർ സെലക്ഷനിൽ സഞ്ജുവിന് മുൻതൂക്കം നൽകുന്നുണ്ടെന്നാണ് സൂചനകൾ. 2024 സീസൺ IPL-ൽ മിന്നും ഫോമിലാണ് ഋഷഭ് പന്തും സഞ്ജു സാംസണും. ആദ്യ 9 കളികളിൽ 77.00 ബാറ്റിംഗ് ശരാശരിയിൽ 385 റൺസാണ് സഞ്ജുവിന്റെ സമ്പാദ്യം. 4 അർദ്ധ സെഞ്ചുറികളും ഈ സീസണിൽ അദ്ദേഹം നേടിക്കഴിഞ്ഞു. ഋഷഭ് പന്താകട്ടെ ആദ്യ 10 കളികളിൽ നിന്ന് 46.38 ബാറ്റിംഗ് ശരാശരിയിൽ 371 റൺസാണ് നേടിയത്. ESPN പുറത്തുവിട്ട ഇന്ത്യൻ സാധ്യതാ ടീം ഇങ്ങനെ. ടോപ്പ് ഓർഡർ നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ, യശ്വസി ജയ്സ്വാൾ, വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്. മിഡ്ഫീൽഡറാകട്ടെ സഞ്ജു സാംസൺ, ഋഷഭ് പന്ത്, ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ, ശിവം ദുബെ, റിങ്കു സിംഗ്. സ്പിന്നർമാരിൽ കുൽദീപ് യാദവ്, ഫാസ്റ്റ് ബോളർമാരിൽ ജസ്പ്രീത് ബുംറ, അർഷദ്ദീപ് സിംഗ്, ആവേശ് ഖാൻ, മുഹമ്മദ് സിറാജ് എന്നിങ്ങനെ. അതേസമയം KL രാഹുൽ, യുസ്വേന്ദ്ര ചഹൽ, രവി ബിഷ്ണോയ്, സന്ദീപ് ശർമ്മ എന്നിവരാണ് പരിഗണനയിലുള്ള മറ്റ് കളിക്കാർ. IPL 2024 സീസണിൽ ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനവും ഏറെ ശ്രദ്ധേയമാണ്. IPL-ന് ശേഷം T20 ലോകകപ്പ് വരാനിരിക്കുന്നതിനാൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തി ലോകകപ്പ് ടീമിൽ ഇടം പിടിക്കുകയാണ് താരങ്ങളുടെ ലക്ഷ്യം. എന്നാൽ ഈ സീസണിൽ ഉജ്ജ്വല ഫോമിൽ കളിച്ചിട്ടും ചില കളിക്കാർക്ക് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കാനുള്ള സാധ്യത ഇല്ലെന്നത് ഏറെക്കുറെ ഉറപ്പാണ്. ടീമിന്റെ പ്രതിഭാധാരാളിത്തം തന്നെയാണ് ഇതിന് പ്രധാന കാരണവും. ഇത്തരത്തിൽ കിടിലൻ ഫോമിലായിട്ടും ഇന്ത്യയുടെ ലോകകപ്പ് ടീമിലേക്ക് വിളിവരാൻ സാധ്യതയില്ലാത്ത ചില കളിക്കാരെ നമുക്ക് നോക്കാം. ഈ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകൻ കൂടിയായ ഋതുരാജ് മിന്നും ഫോമിലാണിപ്പോൾ. 9 കളികളിൽ നിന്ന് 447 റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. ലക്നൌവിനെതിരെ സെഞ്ചുറിയും ഹൈദരാബാദിനെതിരെ 98 റൺസും നേടാൻ അദ്ദേഹത്തിനായി. എന്നാൽ ടോപ്പ് ഓർഡറിൽ സീനിയർ താരങ്ങൾ ഉള്ളതിനാൽ T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് ഋതുവിന് വിളി വന്നേക്കില്ല. മുംബൈ ഇന്ത്യൻസിന്റെ മധ്യനിരയിൽ ഈ സീസണിൽ മികച്ച ഫോമിൽ കളിക്കുന്ന താരമാണ് തിലക് വർമ്മ. ഇതുവരെ കളിച്ച 9 മത്സരങ്ങളിൽ നിന്ന് 336 റൺസ് അദ്ദേഹം നേടിക്കഴിഞ്ഞു. ഈ സീസണിൽ ടീമിന്റെ ടോപ്പ് സ്കോററുമാണ് അദ്ദേഹം. എന്നാൽ ഇന്ത്യൻ ടീമിൽ മധ്യനിരയിൽ സ്ഥാനം ഒഴിവില്ലാത്തതിനാൽ ലോകകപ്പ് ടീമിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടില്ലെന്ന കാര്യം ഉറപ്പായി. ഈ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഏറ്റവും മികച്ച ബാറ്ററാണ് സായ് സുദർശൻ. 10 കളികളിൽ നിന്ന് 46.44 ബാറ്റിംഗ് ശരാശരിയിൽ 418 റൺസ് നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മിന്നും ഫോമിലാണെങ്കിലും ലോകകപ്പ് ടീമിൽ സായിക്ക് ഇടം ലഭിക്കില്ലെന്ന കാര്യം ഉറപ്പായി. കോഹ്ലി, രോഹിത്, ജയ്സ്വാൾ എന്നീ താരങ്ങൾ ടോപ്പ് ഓർഡറിലുള്ളത് തന്നെയാണ് കാരണം. ഈ താരങ്ങൾക്ക് പുറമെ അഭിഷേക് ശർമ്മ, T നടരാജൻ, യുസ്വേന്ദ്ര ചഹൽ, ശിവം ദുബെ എന്നീ സൂപ്പർ താരങ്ങൾക്കും ലോകകപ്പ് ടീമിലേക്ക് വിളി വരുന്ന കാര്യം സംശയമാണ്. രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിക്കുന്ന ചഹലും CSK താരവുമായ ദുബെയും നിലവിൽ മികച്ച ഫോമിലാണെന്നതും ശ്രദ്ധേയമാണ്. ജൂൺ 1 മുതൽ 29 വരെയാണ് ഈ വർഷത്തെ T20 ലോകകപ്പ് നടക്കുന്നത്. ജൂൺ 5-ന് അയർലൻഡിന് എതിരെയാണ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ ആദ്യ പോരാട്ടം. ജൂൺ 5-ന് അയർലൻഡിനെതിരെയാണ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ ആദ്യ പോരാട്ടം. എ ഗ്രൂപ്പിൽ പാകിസ്ഥാൻ, അയർലൻഡ്, കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടീമുകൾക്കൊപ്പമാണ് ഇന്ത്യ കളിക്കുന്നത്.